വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ളോഗ്. ഹോപ്പ് യു ഡൂയിങ് ഗ്രേറ്റ്. അങ്ങനെ ഇൻഷാല്ല കുറച്ചധികം ഗ്യാപ്പിന് ശേഷം തിരിച്ച് UAE പോവാണ്. 2 വർഷം മുന്നേ ദുവമോളെ പ്രഗ്നന്റ് ആയ ടൈമിൽ ജോബ് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നതായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് പോകുന്നത്. ഇതിപ്പോ മോളുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് കൂടെയാണ്. സോ എനിക്ക് പറ്റുന്ന പോലെ കുറച്ച് ഡോക്യുമെന്റ് ചെയ്ത് വെക്കാന്ന് കരുതി. കുറെ കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് എടുത്തു നോക്കുമ്പോൾ ഒരു നല്ല ഫീൽ ആവൂലേ. ഇത്തവണ ഞാൻ എന്റെ ഉപ്പാടെ കൂടെയാണ് കേട്ടോ ട്രാവൽ ചെയ്യുന്നത്. ദുവ ചെറുതായതുകൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഒരാളുടെ കൂടെ സപ്പോർട്ട് ഉള്ളത് നല്ലതല്ലേ. മാത്രല്ല മോള് ഉപ്പാടെ കൂടെ നല്ല അറ്റാച്ച്ഡും ആണ്. മോർണിംഗിൽ 9:55 കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ്. സോ വീട്ടിൽ നിന്ന് 5:30 ആകുമ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴും ഈ ഒരു ചെക്കിങ് ചെയ്യുന്നതും എമിഗ്രേഷൻ ഒക്കെ കഴിയുന്നവരെ എനിക്കൊരു ടെൻഷൻ ആവും. നമ്മൾ ഈ എക്സാം ഒക്കെ ഉള്ള ദിവസം സ്കൂളിൽ പോകൂലേ, അതേപോലത്തെ ഒരു ഫീൽ. ബട്ട് അൽഹംദുലില്ലാ എല്ലാം നല്ലതുപോലെ ക്ലിയർ ആവുകയും ചെയ്തു. എന്റെ ഹാൻഡ് ബാഗും കൂടെ ഞാൻ ലഗേജിൽ ഇട്ട് കൊടുത്തു. സോ ഒന്നുകൂടെ റിലാക്സ്. ഇതിപ്പോ ഉപ്പാടെ ട്രോളി മോളുടെ ഒരു ഡയപ്പർ ബാഗ് മാത്രമാണ് ഇപ്പൊ കയ്യിലുള്ളത്. എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയതിനു ശേഷം ഞാനും ഒന്ന് ഫ്രഷ് ആയി മോളുടെ ഡയപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. മോൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ തന്നെ ഒരു എഗ് ദോശ ഉണ്ടാക്കി കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൊടുത്തപ്പോ തീരെ കഴിച്ചില്ല. എന്റെ കയ്യിലുണ്ടായിരുന്ന ചിപ്സും ബിസ്ക്കറ്റും ഒക്കെ ആയിരുന്നു അവൾക്ക് വേണ്ടത്. അവൾക്ക് നടക്കാൻ കുറച്ച് സ്പേസും ഫ്രീ ആയി വിട്ടുകൊടുക്കുകയും ചെയ്തപ്പോ നല്ല ഹാപ്പി ആയി. ഇത്തവണത്തെ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്കൊരു എക്സ്ട്രാ എക്സൈറ്റ്മെന്റ് കൂടെ ഉണ്ട്. ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ ഫാമിലി ഇപ്പൊ ഷാർജയിലുണ്ട്. സോ ഞാൻ ഇത്തവണ അങ്ങോട്ട് പോകുന്നത് കുട്ടികളോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇക്കാക്കും ബാബിക്കും മാത്രമേ അറിയൂ. ദുവാമിനായിട്ട് അവർ നല്ല അറ്റാച്ച്മെന്റ് ആണ്. സോ മിക്ക ദിവസങ്ങളിലും വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കാറുണ്ട്. സോ അവർക്കൊരു സർപ്രൈസ് കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു 1.5 മണിക്കൂർ വെയിറ്റിംഗിന് ശേഷം ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. ദുവമോൾക്ക് 2 വയസ്സിന് താഴെ ഏജ് ആയതുകൊണ്ട് നമുക്ക് പ്രയോറിറ്റി ഉണ്ടായിരുന്നു. സോ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റിൽ കയറാനും എയർപോർട്ടിലെ എല്ലാ പ്രൊസീജിയേഴ്സും ഈസി ആവുകയും ചെയ്തു. രാവിലെ നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ മോള് വേഗം ഉറങ്ങി. സോ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ലാൻഡ് ചെയ്യുന്നതിന്റെ ഒരു 1/2 മണിക്കൂർ മുന്നെയാണ് അവൾ എണീറ്റതും. ഞാൻ കുറച്ച് ടോയ്സ് ഒക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് വെച്ചിട്ട് കളിച്ചിട്ട് അങ്ങനെ ഇരുന്നു. കുറെ നേരം ഇരുന്നപ്പോ തണ്ടലിനൊരു നല്ല പണി കിട്ടിയിട്ടുണ്ട്. മോളെന്റെ മടിയിൽ കിടന്ന് ഉറങ്ങിയോണ്ട് എനിക്കൊന്ന് എണീറ്റ് നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 4 മണിക്കൂർ ട്രാവലിന് ശേഷം നമ്മൾ അബുദാബി എയർപോർട്ടിൽ ദുവാമിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫ്ലൈറ്റിൽ കയറിയ ഉടനെ ഞാനത് ക്യാബിൻ ക്രൂവിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലാൻഡ് ചെയ്ത ടൈമിൽ അവർ പൈലറ്റിനെ കൊണ്ട് അതെല്ലാം ഫില്ല് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്ന് തരും ചെയ്യും. ഇങ്ങനെ ഓരോ മെമ്മറീസ് ഒക്കെ കീപ്പ് ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എയർപോർട്ടിലെത്തി എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ലഗേജ് ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ മോളുടെ ഡയപ്പറും ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി കൊടുത്തു. അപ്പോൾ ഇതിന് ഇക്ക പുറത്തെത്തി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇക്കാനെ മീറ്റ് ചെയ്യുകയും ചെയ്തു. ഇത്ര പെട്ടെന്ന് ഇക്കാന്റെ അടുത്ത് പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്നൊന്നും ഇപ്പൊ ആരെടുത്താലും അവള് പോവാറില്ല. പക്ഷെ ഒരു പരിചയക്കുറവും കാണിക്കാണ്ട് ഹസ്ബൻഡിന്റെ അടുത്ത് പെട്ടെന്ന് പോവുകയും ചെയ്തു. അവർ പെട്ടെന്ന് തന്നെ നല്ല കമ്പനി ആവുകയും ചെയ്തു. അങ്ങനെ ഉപ്പാനെ അബുദാബിയിൽ ഉപ്പാടെ ഓഫീസിലാക്കി കൊടുത്ത് ഞങ്ങൾ ഫുഡ് ഷാർജയിലേക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു ബോറിംഗ് ടൈമിലായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യത്തിലേറെ ട്രാഫിക്കും കിട്ടി. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് നേരെ ബ്രദറിന്റെ റൂമിൽ പോയി കുട്ടികളൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാനായിരുന്നു. പക്ഷെ കുറെ നേരം ട്രാവൽ ചെയ്ത് ടയേർഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്ലാൻ ഒന്ന് മാറ്റി ഫസ്റ്റ് നമ്മുടെ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് അവരെ കാണാൻ പോവാന്നുള്ള പ്ലാൻ ആക്കി. സോ അങ്ങനെ റൂമിലെത്തി ഫ്രഷ് ആയി കഴിഞ്ഞ് ബ്രദറിന്റെ റൂമിലോട്ട് പോവാണേ. സോ ലെറ്റ്സ് ക്യാപ്ചർ സം ബ്യൂട്ടിഫുൾ മൊമെന്റ്സ്. എവിടേക്ക് പോണേ? ചാച്ചി താത്താനെ സർപ്രൈസ് ആക്കാൻ പോവാണോ? അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.